ഹായ് കൂട്ടുകാരെ, ഇന്നത്തെ വീഡിയോ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ക്വില്ലിംഗ് നെയിം ആർട്ടിൻ്റെ കുറച്ച് ബേസിക് കാര്യങ്ങളാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. നമുക്ക് ക്വില്ലിംഗ് നെയിം ആർട്ട് ചെയ്യാൻ ആദ്യം ബേസ് അല്ലേ വേണ്ടത്. അതിന് ബേസായിട്ട് യൂസ് ചെയ്യുന്നത് ഐവറി പേപ്പറാണ്. ഐവറി പേപ്പർ ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ളതാണ്. പിന്നെ ഇതിൻ്റെ GSM എന്ന് പറയുന്നത് 210 GSM ആണ്. നമുക്ക് പല GSMലുള്ള പേപ്പേഴ്സ് അവൈലബിൾ ആണ്. പക്ഷേ ഞാനിവിടെ യൂസ് ചെയ്യുന്നത് 210 GSM ആണ്. ഞാനിതിൽ നിന്ന് പുറത്തെടുത്ത് കാണിച്ചു തരാം ഈ പേപ്പർ. അതായത് ഈ 210 GSM എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് അത്യാവശ്യം തിക്നെസ് ഉള്ള പേപ്പറാണ്. അപ്പോൾ ലെറ്റേഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ടും ഇതിൽ നിന്ന് തന്നെയാണ് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത്. ഇതിപ്പോൾ ഒരു A3 സൈസിലെ പേപ്പറാണ്. അപ്പോൾ A4ൻ്റെ വർക്കായാലും ശരി, ഇതിൽ നിന്ന് തന്നെയാണ് നമ്മൾ ആ സൈസ് അനുസരിച്ച് കട്ട് ചെയ്തെടുക്കുന്നത്. ഇതുപോലെ തന്നെ നല്ലപോലെ ഫ്ലെക്സിബിളുമാണ് ഈ പേപ്പർ. അപ്പോൾ നമ്മൾ ബേസായിട്ട് യൂസ് ചെയ്യുന്നത് ഐവറി ഷീറ്റാണ്. നമുക്ക് ഓൺലൈനായിട്ട് വാങ്ങിക്കാൻ കിട്ടും. അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് ക്വില്ലിംഗ് സ്ട്രിപ്സ് ആണ്. ഇതും പല തിക്നെസ്സിലുള്ളതുണ്ടെങ്കിലും 120 തൊട്ടുള്ള യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഇതൊക്കെ ക്വാളിറ്റി കുറഞ്ഞ പേപ്പേഴ്സ് ആയിരിക്കും, അതിൻ്റെ കളർ ഇളകും. അപ്പോൾ നമ്മുടെ വർക്ക് ആകെ കുളമാകാനുള്ള ചാൻസ് ഉണ്ട്. ഓരോ ഫ്ലവേഴ്സിനും ഓരോ തിക്നെസ്സിലുള്ള ക്വില്ലിംഗ് സ്ട്രിപ്സാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഈ സ്ട്രിപ്സൊക്കെ ഞാൻ ഇൻസ്റ്റാ പേജിൽ നിന്നാണ് വാങ്ങിച്ചിട്ടുള്ളത്. നമ്മൾ ലെറ്റർ ചെയ്യുന്നത് ഒരു 8 മില്ലിമീറ്റർ ആണെന്നുണ്ടെങ്കിൽ ഒരിക്കലും അതിൽ കൂടാൻ പാടില്ല കേട്ടോ. നമ്മൾ ഫ്ലവറൊക്കെ ചെയ്യുന്നത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അടുത്തത് കളർ പേപ്പറാണ്. ഇത് 180 GSMൻ്റെ പേപ്പറാണ് കേട്ടോ. ഇതും പല തിക്നെസ്സിലുള്ള കളർ പേപ്പർ നമുക്ക് അവൈലബിൾ ആണ്. നമ്മൾ മെയിനായിട്ടും 120 തൊട്ടുള്ള കളർ പേപ്പറാണ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ നമുക്ക് സ്ട്രിപ്സ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമുക്കിതുപോലെ കളർ പേപ്പർ വാങ്ങിച്ചിട്ട് അത് കട്ട് ചെയ്തെടുത്താൽ മതി. ഇനി നമുക്ക് വേണ്ടത് ഒരു സ്കെയിലും ഒരു നൈഫും ആണ്. സ്കെയില് പ്രത്യേകം ശ്രദ്ധിക്കണം. അതൊരു മെറ്റൽ സ്കെയിൽ തന്നെ നമ്മൾ യൂസ് ചെയ്യണം. നമ്മൾ പ്ലാസ്റ്റിക് സ്കെയിലൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് നൈഫ് തെന്നി വന്ന് നമ്മുടെ വിരലൊക്കെ മുറിയാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് അതൊന്ന് ശ്രദ്ധിക്കണം. എല്ലാവരും മെറ്റൽ സ്കെയിൽ തന്നെ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കണം. നെക്സ്റ്റ് വേണ്ടത് ക്വില്ലിംഗ് നീഡിൽ, സിസർ, പിന്നെ ഒരു പ്ലക്കറുമാണ്. ഇനി വേണ്ടത് ഗ്ലൂ ആണ്. അത് നമ്മൾ വൈറ്റ് ഗ്ലൂ തന്നെ യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കണം കേട്ടോ. അടുത്തത് ഇതുപോലൊരു വാട്ടർ കളറും ഒരു ബ്രഷും ആണ് വേണ്ടത്. വാട്ടർ കളർ അല്ലാന്നുണ്ടെങ്കിൽ അക്രിലിക് കളറോ സ്കെച്ച് പെന്നോ ബ്രഷ് പെന്നോ അങ്ങനെ എന്ത് വേണേലും നമുക്ക് യൂസ് ചെയ്യാം. ബ്രഷ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതുപോലെ അതിൻ്റെ ടിപ്പ് തീരെ തിന്നായിട്ടുള്ളത് വേണം എടുക്കാൻ. ലാസ്റ്റ് നമുക്ക് വേണ്ടത് ഇതുപോലൊരു ഫ്രെയിമാണ്. ഇതിപ്പോൾ ഒരു A4 സൈസ് ഫ്രെയിമാണ്. ഇത് ഏത് സൈസിൽ വേണമെങ്കിലും നമുക്ക് കസ്റ്റം ചെയ്തെടുക്കാൻ പറ്റും. സ്റ്റുഡിയോയിലൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർ നമുക്ക് ചെയ്ത് തരും. ബേസിക്കായിട്ടുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. ക്വില്ലിംഗ് ആർട്ട് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ടാറ്റാ, ബൈ ബൈ.